ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ജൂൺ മാസം കുംഭക്കൂറിൽ വരുന്ന അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗം, ചതയം, അതുപോലെ പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഈ നക്ഷത്രക്കാർക്ക് എന്തൊക്കെ പൊതുഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് നോക്കുന്നത്. കുംഭക്കൂറുകാർക്ക് വ്യാഴമാണെങ്കിൽ ഇപ്പോൾ 5-ാം ഭാവത്ത് നല്ല സ്ഥാനത്തൊക്കെയാണ് നിൽക്കുന്നത്. എങ്കിലും 7.5 ശനിക്കാലം തീർന്നിട്ടില്ല. ഇനിയൊരു 2.5 വർഷം കൂടി 7.5 ശനിക്കാലമുണ്ട്. കൂടാതെ ഇപ്പോൾ രാശിമാറ്റത്തിലൂടെ രാഹു ജന്മത്തിലൊക്കെ സ്ഥിതിയും ചെയ്യുന്നുണ്ട്. ജൂൺ മാസത്തിൽ ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്ന രാശികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ഫലങ്ങളാണ് കുംഭക്കൂറുകാർക്ക് ജൂൺ മാസം ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ആദ്യം തൊഴിൽ എങ്ങനെ പോകുന്നു എന്ന് നോക്കാം. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തൊഴിലിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെല്ലാം ഒരു കുറവൊക്കെ ഈ മാസം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ മേലുദ്യോഗസ്ഥരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ തന്ന തൊഴിൽദാതാക്കളോ അവരൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ അനുകൂലമല്ലായിരുന്നിരിക്കാം. എങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വന്ന് അവരൊക്കെ ഇനി നിങ്ങൾക്ക് അനുകൂലമായിട്ടൊക്കെ തീരുന്നതാണ്. എന്നാലും ജോലി സ്ഥലത്തൊക്കെ 2-3 കാര്യങ്ങളിലൊക്കെ ചെറിയ ശ്രദ്ധയൊക്കെ കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് വളരെയധികം ദേഷ്യമുണ്ടാകും. അതൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ മറ്റുള്ളവരെയൊന്നും പരിഗണിക്കാതെ സ്വന്തം കാര്യമൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ദോഷം ചെയ്തേക്കും. എല്ലാവരോടുമൊക്കെ സൗമ്യമായിട്ടൊക്കെ ഇടപെടുകയും സൗമ്യമായിട്ടൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുക. തൊഴിൽ എങ്കിൽ വളരെയധികം ഗുണകരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. തൊഴിൽ സ്ഥലത്ത് നിങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളൊക്കെ മാറിക്കിട്ടുന്നതുമാണ്. അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടൊക്കെ ചിലർക്കൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അതൊക്കെ സൗമ്യമായിട്ടൊക്കെ പറഞ്ഞൊക്കെ പരിഹരിക്കുക. തൊഴിലിൽ നിന്നുള്ള നിങ്ങളുടെ വരുമാനം ഒക്കെ വർദ്ധിക്കുന്നതാണ്. അതുപോലെ പലർക്കും ഇൻക്രിമെൻറ്റുകളൊക്കെ ലഭിക്കാൻ യോഗ്യതയുള്ളവർക്കൊന്നും അതൊക്കെ ലഭിക്കാതെയൊക്കെ ഇരുന്നിരിക്കാം. അത് ലഭിക്കാനുള്ള ഒരു സമയം കൂടിയാണ് വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് പറ്റിയ ഒരു സ്ഥലമാറ്റമൊക്കെ സ്ഥലമാറ്റത്തിനൊക്കെ നിങ്ങൾ അപേക്ഷിച്ചിട്ട് അതൊന്നും ലഭിക്കാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഈ ജൂൺ മാസത്തിൽ വീണ്ടും അപേക്ഷയൊക്കെ വെക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരു അനുകൂല തീരുമാനങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകുന്നതാണ്. അതുപോലെ മറ്റുള്ളവർക്കൊക്കെ വേണ്ടി പല കാര്യങ്ങളും പലരോടുമൊക്കെ സംസാരിച്ച് നമ്മൾ തന്നെ ഒരു സ്വയം പരിഹാസപാത്രമാകാതിരിക്കാനും ശ്രദ്ധിക്കണം. ഗവൺമെൻറ് ജോലിക്കൊക്കെ ആയിട്ട് കാത്തിരുന്നവർക്ക് അവർക്കും നല്ല സമയം തന്നെയാണ് വരുന്നത്. അവരുടെ അപ്പോയിൻമെൻറ്റുകളൊക്കെ നടക്കാതൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ ഒരു തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്കും അവസരങ്ങളൊക്കെ ധാരാളം ഉണ്ടാകുന്നതാണ്. ഈ ബിസിനസ്സുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബിസിനസ്സിൽ നിങ്ങളുടെ പ്രതീക്ഷ എന്താണോ ആ പ്രതീക്ഷയ്ക്കൊക്കെ ഒത്ത് ഉയരാൻ സാധിക്കുന്നതും മത്സരങ്ങളെയൊക്കെ അതിജീവിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. അതുപോലെ ബിസിനസ്സിൽ നിന്ന് ലാഭവർധനമൊക്കെ ഉണ്ടാകുന്നതും അതുപോലെ പുതിയ എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കലുകളൊക്കെ ബിസിനസ്സിൽ നടത്താനും സാധിക്കുന്നതാണ്. ഈ സാമ്പത്തിക കാര്യം നോക്കിയാൽ സാമ്പത്തികപരമായിട്ടൊക്കെ വളരെയധികം ഗുണം ലഭിക്കുന്ന മാസമാണ്. തൊഴിലിൽ നിന്നൊക്കെയുള്ള വരുമാനമൊക്കെ വർദ്ധിക്കുന്നതാണ്. ദിവസ വരുമാനത്തിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും വരുമാന വർധനമൊക്കെ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ പലവിധ മാർഗങ്ങളിലൂടെയോ ഉള്ള വരവൊക്കെ ചിലർക്കെങ്കിലും അതിനുള്ള സാധ്യത ജൂൺ മാസത്തിലുണ്ട്. അതുപോലെ എന്തെങ്കിലും ധനപരമായ ബാധ്യതയൊക്കെ ഉള്ളവർക്ക് ഒരു പരിധിവരെയൊക്കെ ബാധ്യതയിൽ നിന്നൊക്കെ ഒഴിവാകാൻ പറ്റുന്നതുമാണ്. ഇനി ധനപരമായിട്ട് വളരെയധികം ഗുണകരമാണെന്ന് തന്നെ പറയാം. വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ അവരുടെ പഠനത്തിലൊക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ്. പല കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ ഓർത്ത് നിങ്ങളിരിക്കും. പക്ഷേ അത് ചിലപ്പോൾ മനസ്സൊക്കെ അതിൽ നിന്നൊക്കെ പിന്മാറിയേക്കാം. ചിന്തകളൊക്കെ മാറി മാറി മനസ്സിലൊക്കെ ഉദിക്കുന്ന സമയം കൂടിയാണ്. എക്സാമൊക്കെ ഉള്ളവരാണെങ്കിൽ
വളരെ നല്ല രീതിയിലൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പുതിയ കോഴ്സുകൾക്കൊക്കെ ചേരാനും നല്ല സമയം തന്നെയാണ്. ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കും അവർക്ക് അനുകൂലമായ കോഴ്സുകളൊക്കെ ലഭിക്കുന്നതുമാണ്. അതുപോലെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ പഠനത്തിലൊക്കെ വരുത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ സാധിക്കുന്നതുമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നതാണ്. ഇനി വിവാഹ ജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ദാമ്പത്യ ബന്ധത്തിൽ ജൂൺ മാസത്തിൽ കുറച്ച് ശ്രദ്ധയൊക്കെ കൊടുക്കണം. അതുപോലെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ചിലവഴിക്കാനുള്ള സമയമൊക്കെ കണ്ടെത്തേണ്ടതാണ്. അതുപോലെ നീയാണോ വലുത് ഞാനാണോ വലുത് എന്ന ചിന്തയൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. അതൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പരസ്പരം ഉപയോഗിക്കുന്ന വാക്കുകളിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കുക. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണർക്കുമൊക്കെ മാനസികമായ എന്തെങ്കിലും ഉത്കണ്ഠകളൊക്കെ ഉണ്ടാകാം. സുഹൃത്തുക്കളുമായും നിങ്ങളുടെ ബന്ധുക്കളുമായും ഒക്കെ നല്ല ബന്ധമൊക്കെ നിലനിർത്താനും ശ്രദ്ധിക്കുക. അതായത് എല്ലാവരോടുമുള്ള നിങ്ങളുടെ പെരുമാറ്റം ജൂൺ മാസത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി ലവ് റിലേഷനൊക്കെ ഉള്ളവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ലവ് റിലേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഇഷ്യൂകളൊക്കെ നിങ്ങളുടെ ബന്ധത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതും അത് ശാന്തിയും സമാധാനവും ഒക്കെ ഈ മാസം ലഭിക്കുന്നതുമാണ്. ഇനി നിങ്ങളുടെ ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യകാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നിലവിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിലൊക്കെ അല്പം ശ്രദ്ധയൊക്കെ കൊടുക്കണം. അതുപോലെ ടെൻഷൻ വർദ്ധിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ യാത്രകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ജൂൺ മാസം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പക്കപ്പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ ശനിയാഴ്ചകളിൽ ശനീശ്വര ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടോ അല്ലെങ്കിൽ എള്ളുതിരി വഴിപാടോ ഒക്കെ നടത്തി പ്രാർത്ഥിക്കുക. അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ദേവി ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ജൂൺ മാസം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ മോശം ദശാകാലം ഒക്കെ ഇപ്പോൾ നടക്കുന്നവരാണെങ്കിൽ ആ ദശാനാഥനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വഴിപാടുകളും ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.